ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് PCOD. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം PCOD ഉള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ഓക്കെ നൗ മൈ ഐഡൻറ്റിറ്റി ഈസ് ഐ എം എ പേഴ്സൺ വിത്ത് PCOD. നൗ ഐ ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കാം, കുട്ടികളുണ്ടായാൽ മാറുമായിരിക്കാം. ദീസ് ആർ ദെയർ ഹോപ്സ് ഇൻ ലൈഫ്. ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി കഴിക്കുന്ന ഡയറ്റും എക്സസൈസും മാത്രമല്ല, അതൊരു സോ മച്ച് മോർ ടു എ പേഴ്സൺസ് ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ, ദ കൈൻഡ് ഓഫ് ജോബ് ദറ്റ് യുവർ ഇൻ, ഇറ്റ് അഫക്ട്സ് യുവർ ഹെൽത്ത്. The kind of relationship that you're in, it can be a romantic relationship. The kind of environment you grew up in or you grew up in, it can be that also. I'll take an example of a person who's working night shift. അടിപൊളി ഡയറ്റ്, അടിപൊളി എക്സസൈസ്, ബട്ട് യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ സൈക്കിൾ ഓഫ് നേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഹോർമോൺ സിസ്റ്റം ഇസ് ഫണ്ടമെൻ്റലി ഗോയിങ് ടു ബി ഇംബാലൻസ്ഡ്. അപ്പോൾ ഹോളിസ്റ്റിക് ഈസ് നത്തിങ് ബട്ട് ബീങ് ഏബിൾ ടു അഡ്രസ് എ പേഴ്സൺസ് എവറി വെർട്ടിക്കൽ ഇൻ ലൈഫ്. ഐ തിങ്ക് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ വെയിറ്റ് ഇവിടെ ചില ക്ലയൻസ് വന്നിട്ട് പറയും എനിക്ക് 2 കിലോ കുറയ്ക്കണം. വാട്ട് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ദ 2 kgs? ദേ ബിലീവ് ദാറ്റ് 2 കിലോ കുറച്ച് ദെയർ ലൈക്ക് ഇൻ ദെയർ ഐഡിയൽ. ദെയർ ഇസ് നോ ഐഡിയൽ ബോഡി വെയ്റ്റ്. പക്ഷേ ഇവിടെ വരുന്ന എല്ലായിടത്തും ദി എഡ്യൂക്കേഷൻ ദറ്റ് വി ട്രൈ ടു ഗിവ് ദം ഇസ് എക്സസൈസ് ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഡു വിത്ത് യുവർ വെയിറ്റ്. വെയിറ്റ് കുറയ്ക്കാനായിരിക്കരുത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്. ഫിറ്റ്നസ് ഹാസ് ദ ബിഗ്ഗസ്റ്റ് റോൾ ഇൻ യുവർ മെൻ്റൽ ഹെൽത്ത്, in your metabolism, in your energy levels, in your mood, in your sleep. I can go on and on and on about why exercise is so important. ഹായ്, ഇന്ന് എഡ്യൂക്കേഷൻ ടുഡേയോടൊപ്പം ഉള്ളത് ഗൗരി കൃഷ്ണയാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത് കോച്ചാണ്, അതേപോലെ തന്നെ ന്യൂട്രീഷനിസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ എല്ലാവരും ഉമ്മിനിറ്റി എന്ന് പറഞ്ഞാലാണ് അറിയുന്നത്. കുറച്ചും കൂടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഗൗരി. സോ ഹായ് ഗൗരി, വെൽക്കം ടു ദി ഷോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗൗരി എന്ന് പറഞ്ഞാൽ ആൾക്കും അറിയില്ല. എന്നോട് തന്നെ ആൾക്കാർ ഗൗരി എന്ന് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. ആരാ ഗൗരി? ഉമ്മിനിറ്റി. ഇപ്പം എല്ലാവരും ഉമ്മിനിറ്റി എന്നാണ് വിളിക്കുന്നത്. ശരിക്കും ഉമ്മിണി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുടങ്ങുന്നതിന് മുന്നേ അമ്മയച്ഛനും ക്ലോസ് സർക്കിൾ മാത്രമാണ് ഉമ്മിണി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എവിടെ ഷൂട്ടിന് പോയാലും വഴി കൂടെ പോകുന്നവരൊക്കെ ഉമ്മിനിറ്റി. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യം ആരാണ് ഉമ്മിണി എന്നുള്ളതാണ്. പല ആൾക്കാരും വിചാരിക്കും ഞാൻ ഇമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണോ ഉമ്മിനിറ്റി എന്നൊക്കെ. ചില ആൾക്കാർ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. പിന്നെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് അതാ ഇമ്മ്യൂണിറ്റി ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബബിളിലാണ് അല്ലെങ്കിൽ ഒരു മിത്തിലാണ് നമ്മൾ കരുതുന്നത്. അതായത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി അബൌട്ട് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ എന്നുള്ളത്. ദർ ആർ എൻ നമ്പർ ഓഫ് വീഡിയോസ് ഓൺ യൂട്യൂബ്. അതായത് നമുക്ക് കാണാം 7 ദിവസം നിങ്ങൾ ഇത് ചെയ്താൽ യു ക്യാൻ ലൂസ് യുവർ വെയിറ്റ് അല്ലെങ്കിൽ യു ക്യാൻ ലൂസ് യുവർ ബെല്ലി ഫാറ്റ് അങ്ങനെ. പക്ഷേ ഇസ് ദാറ്റ് വാട്ട് റിയലി പീപ്പിൾ മസ്റ്റ് ടേക്ക് കെയർ ഓഫ്, അല്ലെങ്കിൽ അതാണോ അവർ ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടോപ്പിക്സ് ടു ടോക്ക് അബൌട്ട്. കാരണം എവറി ക്ലയൻറ്റ് ഹു കംസ് ഇൻ ഹിയർ അവരുടെ വിശ്വാസം അല്ലെങ്കിൽ ജനറലി ആൾക്കാരെന്ന് വിശ്വസിക്കുന്നത് വെയിറ്റ് കുറയ്ക്കുക മീനിങ് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക. വെയിറ്റ് കൂട്ടുക മീനിങ് ഭക്ഷണം കഴിക്കുന്നത് കൂട്ടുക, എക്സസൈസ് ചെയ്യാതിരിക്കുക. സോ ദർ ഇസ് ദിസ് അസോസിയേഷൻ ദറ്റ് പീപ്പിൾ ഹാവ് വിത്ത് എക്സസൈസ് ഹെൽപ്പിംഗ് ടു ലൂസ് വെയിറ്റ്. പക്ഷേ ഇവിടെ വരുന്ന എല്ലായിടത്തും ദി എഡ്യൂക്കേഷൻ ദറ്റ് വി ട്രൈ ടു ഗിവ് ദം ഇസ് എക്സസൈസ് ഇസ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഡു വിത്ത് യുവർ വെയിറ്റ്. വെയിറ്റ് കുറയ്ക്കാനായിരിക്കരുത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇഫ് സംബഡി ഈസ് ടെല്ലിങ് യു ദറ്റ് ഇത്രയും നാൾ എക്സസൈസ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന ഡയറ്റ് ഇത്രയും നാൾ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലൂസ് 5 kgs എവറി മന്ത്, ഇറ്റ് സൗണ്ട്സ് സോ റോങ്. സോ അങ്ങനത്തെ ഉള്ളൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഫാഡുകൾ ആരും വിശ്വസിക്കരുത് എന്നുള്ളൊരു സയൻസ് വി ട്രൈ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. സോ എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഓർ മൂവിങ് യുവർ ബോഡീസ് ഫണ്ടമെൻ്റലി ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ റുട്ടീൻ ഇർറെസ്പെക്റ്റീവ് ഓഫ് വാട്ട് യുവർ ജെൻഡർ ഇസ്, വാട്ട് യുവർ ഏജ് ഇസ്, വാട്ട് യുവർ പ്രൊഫഷൻ ലുക്സ് ലൈക്ക്. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹ്യൂമൻ ബീങ്സ് എവല്യൂഷണറി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് 4 limbs. ഇറ്റ്സ് കോൾഡ് ലോക്കോമോട്ടറി ഓർഗൻസ് ഫോർ എ റീസൺ. ഇറ്റ്സ് സപ്പോസ് ടു മൂവ്. ആൻഡ് ഒരു 100 years ബാക്ക് നാച്ചുറലി എല്ലാവരുടെയും ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ദേ ഹാഡ് ടു മൂവ്. ഇപ്പോൾ തന്നെ 100 years ബാക്ക് ടേക്ക് ആർ 2 generations ബാക്ക് ദേ വർ ഓൾ ഫാമേഴ്സ്. ഫാമേഴ്സിന് മുന്നേ ദേ വർ ഓൾ ഹണ്ടർ ആൻഡ് ഗ്യാദറേഴ്സ് ആൻഡ് നാച്ചുറലി ആസ് പാർട്ട് ഓഫ് ദെയർ ലൈഫ് സ്റ്റൈൽ ദേ ഹാഡ് ടു വാക്ക്, ജംപ്, ക്ലൈംബ് ട്രീ. ഇപ്പം നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ കോമഡി ആയിട്ട് പറയുന്നതാണ്, പണ്ട് കാലത്ത് മരം കയറാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പുലി പിടിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ യു വിൽ ഡൈ. പക്ഷേ ഇന്ന് നിങ്ങളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ദേ ഡോണ്ട് ആസ്ക് യു ടു ടേക്ക് 5 push-ups. അല്ലെങ്കിൽ ഈവൻ ദ ജോബ് ദറ്റ് ഐ ഡു ഐ എം നോട്ട് റിക്വയർഡ് ടു ഹാവ് ദ ബെസ്റ്റ് ജോബ്. ഇപ്പോൾ തന്നെ ദ ഡോക്ടേഴ്സ് ദറ്റ് യു ഗോ സി അല്ലെങ്കിൽ എനി ഹെൽത്ത് പ്രൊഫഷണൽ ദറ്റ് യു ഗോ സി, ഡു യു ജനറലി ലുക്ക് അറ്റ് ദെയർ ഹെൽത്ത്
നോ ദേ ഡോണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ബിക്കോസ് പീപ്പിൾ ഹവ് ഇവോൾവ് സോ മച്ച്, ഇന്ന് വി വർക്ക് ഓൺ ആർ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, വി വർക്ക് ഓൺ ആർ ബ്രെയിൻ ഫങ്ഷൻസ്, വി ഡോണ്ട് നീഡ് ഫിസിക്കൽ ഹെൽത്ത് ടു വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീപ്പിൾ ഹാവ് not prioritizing fitness and exercise is very easy. But I'm having a busy day. എന്നാൽ പിന്നെ ഇന്ന് എക്സസൈസ് ചെയ്യണ്ടല്ലേ, ഇറ്റ്സ് ഈസി ടു സേ ദാറ്റ്. പക്ഷേ യു നെവർ സേ എന്നാൽ പിന്നെ ഇന്ന് ഭക്ഷണം കഴിക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് പല്ല് കഴിക്കണ്ട, കുറേ തിരക്കുകൾ, വി ഡോണ്ട് സേ ദാറ്റ്. ഏറ്റവും പെട്ടെന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നതിൻ്റെ ടോപ്പ് പ്രയോറിറ്റി ഇതാണ്. പിന്നെ എസ്പെഷ്യലി വിത്ത് എവറിബഡി സ്റ്റാർട്ടിങ് ടു ഹാവ് എ വെരി ഫാസ്റ്റ് പേസ് ലൈഫ്, people don't give exercise much importance. So when I talk to my clients, or what we try and do is educate clients about how fitness has the biggest role in your mental health, in your metabolism, in your energy levels, in your mood, in your sleep. I can go on and on and on about why exercise is so important. But nowadays, people don't really know the science of it. Well, people just assume going for a run is an exercise. It's not a complete exercise. Yes, it helps your cardiovascular strength, it helps with your mood, but it's not a complete exercise. So, exercise na patti parayumbo, what we try and focus on is you're improving your muscle percentage or improving the amount of muscles in your body. Because that is equivalent to improving your health. Appo the education that you have is what is very valid. Stop connecting exercise to weight. It has absolutely nothing. Yes. And weight കുറയുന്നത് is not always a healthy thing also. It need not be a good healthy marker. പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഞാൻ ഒരു മാസം ഇന്ന ഡയറ്റ് ചെയ്തിട്ട് 10 കിലോ കുറഞ്ഞു, ആൻഡ് പീപ്പിൾ ആർ സൂപ്പർ എക്സൈറ്റഡ്, നീ എന്താ ചെയ്തത് എന്നോടും പറ, എന്താ കഴിച്ചേ. But if the person lost weight at the cost of losing muscles, then the person has in fact become more unhealthy. And the person is going to eventually gain it all back because of the accumulation of fat. ഇതൊക്കെ കുറേ സയൻസ് ആണ്. ബട്ട് എന്നാൽ പോലും സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ ലൂസിങ് വെയിറ്റ്. ഐ തിങ്ക് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഈ വെയിറ്റ് ഇവിടെ ചില ക്ലയൻസ് വന്നിട്ട് പറയും എനിക്ക് 2 കിലോ കുറയ്ക്കണം. വാട്ട് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് അബൌട്ട് ദ 2 kgs? ദേ ബിലീവ് ദാറ്റ് 2 കിലോ കുറച്ച് ദർ ലൈക്ക് ഇൻ ദർ ഐഡിയൽ. ദർ ഇസ് നോ ഐഡിയൽ ബോഡി വെയിറ്റ്. ഓക്കെ, എനിക്കൊന്ന് കൂടുതൽ ഈ ബോഡി ഇമേജ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ വന്നിട്ട് വെയിറ്റ്. വി ഹാവ് എ ലോട്ട് ഓഫ് ടീനേജേഴ്സ് ഹു കം ഇൻ, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഈ വെയിറ്റ് ആവണം. And they have a lot of body image issues also. അപ്പോൾ there will also be bullying also. Lot of bullying. We face a lot. അപ്പോൾ അവിടെ ബോഡി ഷെയ്മിങ്ങും അല്ലെങ്കിൽ a lot of emotionally if they are connected to their weight, അവിടെ not just a dietary program or a fitness program might not help them. They might also need some sort of a psychological emotional support. അപ്പോൾ ഇവിടെ at Harmony, that is a company that I work for, we try and focus on an individual's health 360 degrees. ഇപ്പോൾ like I said, അങ്ങനത്തെ ഒരു ബോഡി ഇമേജ് ഇഷ്യൂ ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റ് കൊടുത്തതുകൊണ്ടോ 2 കിലോ വെയിറ്റ് കുറഞ്ഞതുകൊണ്ടോ ദാറ്റ് പേഴ്സൺ മൈറ്റ് നോട്ട് ഹീൽ കംപ്ലീറ്റ്ലി. സോ ഫോർ എ പേഴ്സൺസ് എൻറ്റയർ ഹീലിംഗ് ജേർണി, ബീങ് ഏബിൾ ടു അഡ്രസ് ഓൾ ഓഫ് ദ വെർട്ടിക്കൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Isn't it high time that people gets educated about എന്താണ് ശരിക്കും ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, എസ്പെഷ്യലി it has started to kill us. അതായത് കൂടുതലായിട്ടും ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ ഉണ്ടായി വരുന്ന കാർഡിയാക് അറസ്റ്റ് ആണെങ്കിലും അത് കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ട സ്ഥലത്ത് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട സമയമായി തോന്നില്ല. ഐ പേഴ്സണലി ബിലീവ് ഈ എഡ്യൂക്കേഷൻ ഷുഡ് ഹാപ്പൻ ഇൻ സ്കൂൾസ് ആൻഡ് ഇൻ ഹോംസ്. അപ്പോൾ തന്നെ ഇവിടെ വരുന്ന മിഡിൽ ഏജ്ഡ് പീപ്പിൾ, ഇറ്റ്സ് സാഡ് ദറ്റ് വി ഹാവ് ടു train human beings on what to eat, because it's an intuitive thing. No other organism needs to be trained on what to eat. They naturally know what to eat. So somehow in this fast paced life with influence of food industry and so many other industries, we lost track of what we need to do to take care of our health. But it's something that I believe that nammade ellarudeyum natural form is to be healthy. You give it the right environment, we all want to be healthy, our bodies want to be healthy. Appo avade most people what they try to do is healthy ആവണം, അല്ലെങ്കിൽ they want to reverse something, weight കുറയ്ക്കണം, ഒരു ഡയറ്റ് തരൂ അല്ലെങ്കിൽ ഒരു എക്സസൈസ് തരൂ. But instead of that, ഇവിടെ what we try and do is we sit them down and we tell them this is what you have. First understand what your body is going through and then try to correct it. ഇപ്പോൾ I'll give you a small example of take PCOD. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കേൾക്കുന്ന ഒരു കണ്ടീഷനാണ് PCOD. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം PCOD ഉള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ഓക്കെ നൗ മൈ ഐഡൻറ്റിറ്റി ഈസ് ഐ എം എ പേഴ്സൺ വിത്ത് PCOD. നൗ ഐ ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കാം, കുട്ടികളുണ്ടായാൽ മാറുമായിരിക്കാം. ദീസ് ആർ ദെയർ ഹോപ്സ് ഇൻ ലൈഫ്. ബട്ട് ആസ് എ പേഴ്സൺ ഹു ഇസ് റിവേഴ്സ്ഡ് എൻഡോമെട്രിയോസിസ്, വിച്ച് ഇസ് അഗൈൻ സംതിങ് വെരി സിമിലർ ടു PCOD, ഇഫ് യു കറക്റ്റ് ദ റൂട്ട് കോസസ് ഓഫ് വൈ യു ഹാവ് PCOD. ഇപ്പോൾ എന്തുകൊണ്ട് ദിസ് ഇൻഡിവിജ്വൽ ഹാസ് PCOD എന്നുള്ള ചോദ്യം മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ഡോണ്ട് ആൻസർ. It can be a lifestyle, it can be because of stress. One of the common reasons for endometriosis and PCOD is stress.
ഈ റൂട്ട് കോസസിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി യു ക്യാൻ റിവേഴ്സ് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് ലൈക്ക് ദിസ്. അപ്പോൾ വൈ ഡു യു ഹാവ് PCOD, വാട്ട് ഇസ് PCOD എന്നുള്ളൊരു എഡ്യൂക്കേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഇൻഡിവിജ്വലിൻ്റെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഗോ ഓൺ ടു എഡ്യൂക്കേറ്റിംഗ് ദം വാട്ട് ഇസ് ഹെൽത്തി ഈറ്റിംഗ്. അത് കഴിക്കുക, ഇത് കഴിക്കും. ഇപ്പോൾ ഐ ഡോണ്ട് പ്രിസ്ക്രൈബ് ഡയറ്ററി ചാർട്ട്സ്. ഇവിടെ വന്ന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു പേപ്പറിൽ നാളെ മുതൽ എന്ത് കഴിക്കണം എന്നുള്ളത് ഐ ഡോണ്ട് ഡു ദാറ്റ്. വൈ ഷുഡ് യു ലിസൺ ടു സംബഡി എൽസ് അബൌട്ട് വാട്ട് യു ഷുഡ് ബി ഈറ്റിംഗ്? യു ഡിസൈഡ് ദാറ്റ്. ബട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും എഡ്യൂക്കേഷനും നമ്മൾ തരിക എന്നുള്ളതാണ്. സോ വി ഫോക്കസ് ഓൺ എംപവറിങ് ദി ഇൻഡിവിജ്വൽ ടു മേക്ക് ദെയർ ഓൺ ഡിസിഷൻസ്. ഇപ്പോൾ പീപ്പിൾ സേ ഐ എം ഓൺ ഡയറ്റിങ്, അല്ലെങ്കിൽ 2 മാസത്തേക്ക് ഐ എം ലൈക്ക് ഓൺ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. The word itself is something I hate, dieting ആണ് എന്നുള്ളത്. അപ്പോൾ I am somebody who eats healthy, but that doesn't mean. അപ്പോൾ ആൾക്കാരാണ് ചോദിക്കുന്നത്, അപ്പോൾ നീ ഇതൊന്നും കഴിക്കില്ലേ, മുട്ടായി, പിസ്സ? I eat everything, but 80% of what I eat is healthy. ഇപ്പോൾ തന്നെ നിങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ I was having my breakfast, which is a smoothie. അപ്പോൾ knowing that education and then following ഒരു general healthy lifestyle is what is important. ഇപ്പോൾ 365 ഡേയ്സിൽ ഐ മേക്ക് ഷുവർ ഒരു 340 days ഐ എം വർക്കിംഗ് ഔട്ട്. ദ റെസ്റ്റ് ഡേയ്സ് ഇറ്റ്സ് ഓക്കെ. സോ യു ഡോണ്ട് ഹാവ് ടു ബി എ പക്ക ഹെൽത്ത് ടെററിസ്റ്റ് ടു ബി ഹെൽത്തി. 3 months cut I am doing that. It's a lot of stress on your body, and health should always be enjoyable and sustainable. Like imagine you're putting a plate in front of this person because this person is on a diet and this person is eating in pandar. The body is going to resist that food so much. അപ്പോൾ എത്ര ഹെൽത്തി ആണെങ്കിലും if that plate in front of you is not something that you're connecting with, it's never going to make you healthy. So food is more than just nutrients. It's also emotional. It has a social value. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോർ എഡ്യൂക്കേഷൻ is what we focus on. അല്ലാതെ ഒരു ഡയറ്റ് ചെയ്തതുകൊണ്ട് it's not going to change your life. ഇപ്പോൾ നമ്മൾ PCODനെ പറ്റി സംസാരിച്ചല്ലോ. ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു 90% വിമനും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഈവൻ ഐ ഹാവ് PCOD. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാൻ ചെന്നപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഐ വാസ് ഗിവൺ 21 ഡേയ്സിനത്തേന് എന്ത് കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണോ തരുന്നത്, അങ്ങനെ തന്നിട്ടു. പക്ഷേ ഞാൻ ഐ ഗൂഗിൾഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ അതിന് കുറേ സൈഡ് എഫക്ട്സ് സ്റ്റെറോയിഡ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഇസ് ദാറ്റ് റൈറ്റ്? ഐ മീൻ ഗിവിംഗ് ദിസ് കോൺട്രാസെപ്റ്റീവ് പിൽസ്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എ കമൻറ്റ് ഓൺ an already existing system. They have their own ways, but generally what people think I do is they think I'm against modern medicine. No, I'm somebody who's fully supportive, but I'm just asking people to look ahead of that. For PCOD you need to take maybe pills or medications for it, that's okay, but take one step ahead. Why do I have PCOD? But right now I am suffering from the effects of it. I need to address it. ഇപ്പോൾ എനിക്ക് തലവേദന വന്നു, എന്തുകൊണ്ട് എനിക്ക് തലവേദന വന്നു എന്ന് വെച്ചാൽ തലവേദന കൊണ്ട് സഹിക്കുന്നത് doesn't make sense. You take the tablet for reducing it and then think about what could be the reason. So it makes more sense to address the symptoms and then think about why you have the symptoms in the first place. For PCOD you are asked to take the medications, go ahead, but address the root causes of why you have PCOD. Figure out, understand, study, educate yourself and figure out the root causes of PCOD and try and address it in a very holistic, disciplined way. But don't stop your treatment there, is what I am trying to tell you. അപ്പോൾ മെഡിക്കേഷൻസ് എടുക്കേണ്ട, അത് ചെയ്യേണ്ട, ഇതൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, അങ്ങനെയല്ല. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഈസ്. ടേക്ക് ഇറ്റ് എ സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് അഡ്രസ് ദ റൂട്ട് കോസ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. സോ ഹോളിസ്റ്റിക് ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് അത്ര പോപ്പുലർ അല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഇടയ്ക്ക് എന്താണ് ഹോളിസ്റ്റിക്. സോ ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹോളിസ്റ്റിക് ഹെൽത്ത് ആൻഡ് ഹൗ ഡു യു സ്റ്റാർട്ട് ഹീലിംഗ് ഹോളിസ്റ്റിക്? ഓക്കെ, ഐ തിങ്ക് ഫ്രം ദ ടേം ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ ഹോളിസ്റ്റിക്, യു ആർ അഡ്രസ്സിങ് ദ ഹോൾ ബോഡി. അപ്പോൾ ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി കഴിക്കുന്ന ഡയറ്റും എക്സസൈസും മാത്രമല്ല, അതൊരു സോ മച്ച് മോർ ടു എ പേഴ്സൺസ് ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ, ദ കൈൻഡ് ഓഫ് ജോബ് ദറ്റ് യുവർ ഇൻ, ഇറ്റ് അഫക്ട്സ് യുവർ ഹെൽത്ത്. The kind of relationship that you're in, it can be a romantic relationship. The kind of environment you grew up in or you grew up in, it can be that also. The kind of gut bacteria in your body, your sleep routines, your general perspective towards health. ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും എനിക്കല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ, എവിടെ പരിപാടി. But generally that perspective towards life, that can have an effect on your health. So health, like I said, is a multifactorial thing. There are so many verticals of health, not just diet and exercise. അപ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്ത് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് is just being able to address all the verticals of a person's health. I'll give you a small example. We get a lot of obesity clients wanting to lose weight. അപ്പോൾ
മോസ്റ്റ് ഓഫ് ദ ടൈം ഒബീസിറ്റി ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് ചോദിക്കും, നിങ്ങളുടെ ഇപ്പോഴത്തെ കൺസേൺ എന്ത് ചെയ്താലായിരിക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ഞാൻ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒന്ന് കുറയ്ക്കണം, എൻ്റെ ആർത്തി കുറയ്ക്കണം, ടു കട്ട് ഡൗൺ, പിന്നെ എക്സസൈസ് ചെയ്യണം. But when we sit with them, understand their environment, their childhood, their history, they might have had a trauma in their life that has affected their mental health severely. And they've probably never come out of it. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര ഡയറ്റ് ചെയ്താലും എത്ര എക്സസൈസ് ചെയ്താലും ദർ ഇസ് എ ലിമിറ്റ് ടു വിച്ച് ദേ കെൻ ഹീൽ. സോ ദെയർ മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹൈ ലെവൽസ് ഓഫ് കോർട്ടിസോൾസ് കെൻ ആക്ച്വലി സ്റ്റോപ്പ് യു ഫ്രം ലൂസിങ് വെയ്റ്റ്. ഇറ്റ് കെൻ കീപ് പ്രൊഡ്യൂസിങ് ഫാറ്റ് ഇൻ യുവർ ബോഡി. അല്ലെങ്കിൽ ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എ പേഴ്സൺ ഹൂസ് വർക്കിംഗ് നൈറ്റ് ഷിഫ്റ്റ്. അടിപൊളി ഡയറ്റ്, അടിപൊളി എക്സസൈസ്, ബട്ട് യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ സൈക്കിൾ ഓഫ് നേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഹോർമോൺ സിസ്റ്റം ഇസ് ഫണ്ടമെൻ്റലി ഗോയിങ് ടു ബി ഇംബാലൻസ്ഡ്. അപ്പോൾ ഹോളിസ്റ്റിക് ഇസ് നത്തിങ് ബട്ട് ബീങ് ഏബിൾ ടു അഡ്രസ് എ പേഴ്സൺസ് എവറി വെർട്ടിക്കൽ ഇൻ ലൈഫ്. PCOD, weight loss, migraines, diabetes. We have clients who come in with diabetes with their root cause being stress. So ഇന്നത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു കൺവെൻഷണൽ മെഡിക്കേഷനിൽ വി ടെൻ ടു ഫോക്കസ് ജസ്റ്റ് ഈതർ ഓൺ ജസ്റ്റ് മാനേജിങ് ദ പ്രോബ്ലം, നോട്ട് റിയലി റിവേഴ്സിങ് ഇറ്റ്. അപ്പോൾ അവിടെ എങ്ങനെ ഈ കണ്ടീഷനെ മാനേജ് ചെയ്ത് പോകാം എന്നല്ലാതെ വി നോട്ട് റിയലി ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. വൈ ഡു യു ഹാവ് ഇറ്റ്? അപ്പോൾ ആ റൂട്ട് കോസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ടു ഹെൽത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ഹാർമണി was founded by my dad. He is actually a veterinarian by profession, but he realized his passion lies in human nutrition more than animal nutrition. എന്നിട്ട് he shifted, even my mom shifted, and ഒരു 12 years back ആണ് ഹാർമണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ he actually started with a physician. അപ്പോൾ now we are actually a company with more than 10-15 employees. We have people from nutrition, we have people from mental health background, fitness background, we have skincare experts, we have yoga experts. So we have experts from all vertical, but they understand that oralde aarogyam is focused on all of this. Small example I'll tell you. Take an example of an individual who's having issues with anxiety. A small deficiency of vitamin D can give you anxiety. But in a conventional system, a therapist might not be able to address that. ഇപ്പോൾ ഒരാൾ ആങ്സൈറ്റി ആയിട്ട് വരുമ്പോൾ വൈറ്റമിൻ ഡി കുറവാണോ എന്ന് ചോദിക്കാറില്ല. ദാറ്റ്സ് നോട്ട് ഒരു കൺവെൻഷണൽ സിസ്റ്റം. ബട്ട് ഇവിടെ വാട്ട് വി ട്രൈ ആൻഡ് ഡു ഇസ് ന്യൂട്രീഷൻ കറക്റ്റ് ആണോ, സ്ലീപ്പ് കറക്റ്റ് ആണോ, ഗട്ട് ഹെൽത്ത് ഓക്കെ ആണോ, ആൻഡ് ഇഫ് ദാറ്റ് പേഴ്സൺ നീഡ്സ് അങ്ങനത്തെ ഒരു തെറപ്പി ഓർ എ സപ്പോർട്ട്, വി ഹെൽപ്പ് വിത്ത് ദാറ്റ് ഓൾസോ. അപ്പോൾ ബീങ് ഏബിൾ ടു എന്ത് ചെറിയ ഇഷ്യൂ ആണെങ്കിലും അതിനൊരു ലേബലിംഗ് കൊടുക്കാതെ വി ട്രൈ ആൻഡ് അഡ്രസ് ഇറ്റ് ഫ്രം ഓൾ ദി ഏരിയാസ്. അതാണ് ഫണ്ടമെൻ്റലി ഹോളിസ്റ്റിക് ഓർ എ ഫങ്ഷണൽ. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ദേ ആർ ആക്ച്വലി സ്റ്റാർട്ടിങ് ടു അക്സെപ്റ്റ് ദിസ് ആസ് എ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഇഫ് എ പേഴ്സൺ കംസ് ഇൻ വിത്ത് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, യു ട്രീറ്റ് ഇറ്റ് വിത്ത് ദെയർ ലൈഫ് സ്റ്റൈൽ ഫസ്റ്റ്, എന്നിട്ടും കറക്റ്റഡ് ആയില്ല, യു നീഡ് ദ സപ്പോർട്ട് എന്നാണെങ്കിൽ ടേക്ക് മെഡിക്കേഷൻസ് ഓർ അനദർ സപ്പോർട്ട് എന്നുള്ളത്. സോ ഐ തിങ്ക് ഇന്ത്യ ഈസ് ഓൾസോ slowly rising up to treating it with the lifestyle. So what is the first step towards healing holistically? I think education. Being able to open your mind to understand what your health is. And I think generally having the need to improve your health. But we have a lot of clients coming in. But first question that we ask is, why do you want to improve your health? And if you don't have a solid reason to improve your health, you might not heal. But we have 70-75-year-old clients coming in. But most of the time their reasons sound very small to us, but അവരുടെ മനസ്സിൽ that is a big reason for them to be healthy. It can be as small as എൻ്റെ പേരക്കുട്ടികളിലൂടെ എനിക്ക് കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ I need to keep writing, I have a lot of books to write. So strong solid purpose in life is also something that creates people to improve their health. അപ്പോൾ അങ്ങനത്തെ ഒരു റീസൺ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോവാം, that attitude might not be a good driver to create health. അപ്പോൾ the education and like I said, the purpose to improve health, അല്ലെങ്കിൽ the purpose of life, what do you really want to do in life? അപ്പോൾ the reason I am sitting here is because ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു endometriosis ജേർണിയിൽ I realized that so many people are suffering from the exact same thing that I am suffering, and they are probably thinking ഞാൻ ഇനി ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ടി വരും, I am going to be, ഇപ്പോൾ they add that identity to their name. Who are you? I am this with PCOD. So I genuinely wanted to educate people about how you can reverse it, how you can actually come out of this. You don't have to suffer your entire life. So I have that science inside me, and I also have that personal story inside me. So having that fire really helped me come to this job. So yeah.
പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുള്ള ആഗ്രഹത്തോടെയാണ് പുറത്തിറങ്ങുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം ദ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് യു ഹാവ് വിത്ത് ദ ഹൈ അമൗണ്ട്സ് ഓഫ് ഫുഡ് stores and hotels, and it's very difficult to make the choice. The one statement that we use and something that I really like is the food industry has actually taken over our taste buds, has hijacked our taste buds.